അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സേമിയ ഉപ്പുമാവാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം നമുക്ക് നോക്കാം. ഇപ്പം അരമുറി ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് അരിഞ്ഞെടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ബീൻസ് അത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ മുറി സവാള. ഇത്രയേ ഉള്ളൂ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഒരു കപ്പ് തേങ്ങ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പില്ലാത്തവർക്ക് കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് അതൊന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒത്തിരി അധികമായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ സേമിയ ഒത്തിരി വെന്തങ്ങ് പോകും. ഒത്തിരി വെന്ത് പോയാൽ കൊള്ളത്തില്ലത്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ സേമിയ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 കപ്പ് സേമിയ ഉണ്ട്. ഇത് ഞാൻ ഒന്ന് പാനിനകത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തതാണ്. ഇത് ചൂടാക്കിയതും റോസ്റ്റഡായിട്ടൊക്കെ ഉള്ളതും മേടിക്കാൻ നമുക്ക് കിട്ടും. ഇത് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റഡായിട്ടുള്ള സേമിയയ്ക്കൊക്കെ വേവ് കുറവായിരിക്കും. നമ്മൾ അതിന് ഓൾറെഡി ഒന്ന് വറുത്തിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവ് കുറവായിരിക്കും. അപ്പം ഒത്തിരി നേരം നമ്മൾ അടച്ചു വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകും. ഇത് നമ്മൾ ഇളക്കി 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 ഈ വെള്ളമായി ഒന്ന് പറ്റിച്ചെടുക്കണം. ഇത് സെപ്പറേറ്റായിട്ട് ഇങ്ങനെ കിടക്കണം, എന്നാലേ കൊള്ളത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഒക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഫാമിലിയിൽ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.